ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ മക്കളോടുകൂടെ നിങ്ങളെ പാർപ്പിക്കുന്നതിനും ഏറ്റവും ഛേദോകരമായൊരു അവകാശം നിങ്ങൾക്ക് തരുന്നതിനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു എന്ന് ദൈവമായ കർത്താവ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ദൈവം കൂട്ടിക്കൊണ്ടുവന്നത്, ഒന്ന്, ദൈവത്തിൻ്റെ മക്കളോടുകൂടെ നമ്മളെ പാർപ്പിക്കാൻ; രണ്ട്, ദൈവ മക്കളുടെ മുഴുവൻ അവകാശവും നമുക്ക് തരാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഭാഗ്യപ്പെട്ട ജനതയാണ്. ദൈവമക്കളുടെ അവകാശത്തിനും ദൈവമക്കളോടുകൂടെ ജീവിക്കാനും ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നിങ്ങൾക്കെല്ലാവർക്കും നല്ല സുപരിചിതമായ ഒരു വചനമാണ് ഞാനിന്ന് നിങ്ങളുമായി സംസാരിക്കുക. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശം. അപ്പോസ്തല നടപടി പുസ്തകം 16-ാം അധ്യായം 31-ാമത്തെ വാക്യം. അപ്പോസ്തല നടപടി 16-ന്റെ-31-ാം വാക്യം. അവിടെ നമ്മൾ എന്താണ് വായിക്കുക? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ 35 കൊല്ലമായി സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നു. ദൈവകൃപയാൽ ഞാനൊരു ഹിന്ദുവായിരുന്നു. യേശുവിനെ അറിഞ്ഞ് അനുഭവിച്ചാണ് എൻ്റെ സുവിശേഷ ശുശ്രൂഷ തുടങ്ങുക. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക. ഒത്തിരി ആളുകൾ യേശുവിലേക്ക് വന്ന് വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ മക്കളാകാം, ചിലപ്പോൾ വിശ്വാസത്തിലേക്ക് വന്ന പ്രാർത്ഥന അനുഭവത്തിലേക്കൊക്കെ വന്ന ഭാര്യയോട് ഭർത്താവ്, വിശ്വാസത്തിലേക്ക് വരാത്ത, ദൈവാനുഭവത്തിലേക്ക് വരാത്ത ഭർത്താവൊക്കെ ചോദിക്കും, നീ ഇത്രയും കാലമൊക്കെ ഇങ്ങനെ കർത്താവേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് നടത്തുന്ന നിനക്ക് എന്നാ കിട്ടി? നമുക്കൊരു വീടുണ്ടായില്ല, പിള്ളേരുടെ കല്യാണം കഴിഞ്ഞില്ല, അല്ലെ നാട്ടുകാർ, അയൽക്കാർ, സ്നേഹിതർ, ഓ നിങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിയവനും കിട്ടിയോളും ഈ പ്രാർത്ഥനയ്ക്ക് IMS-ലും അവിടെ ഇവിടെ എല്ലാം പോടും, നിങ്ങൾക്ക് എന്നാ കിട്ടി, നിങ്ങൾ രക്ഷപ്പെട്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ ശരിക്കും ജീവിതത്തിൽ ഒരുപാട് ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിനെ എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, 3:12 യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടുമെന്ന്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടുമെന്ന്. അപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ മനുഷ്യർ നോക്കുമ്പോൾ വലിയ മെച്ചപ്പെടലുകളൊന്നുമില്ല, അല്ലേ? നമ്മളൊരാൾ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുന്ന എപ്പോഴാ? ലോട്ടറി അടിച്ച നമ്മൾ പറയും, ഓ അവർ രക്ഷപ്പെട്ടു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഡോക്ടറായിരുന്ന ഡോക്ടർ അപ്പു ജീസസ് യൂത്തിലൊക്കെ വന്നിട്ട് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു സുവിശേഷകനും കൂടെയായിരുന്നു. അദ്ദേഹം ഇവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുള്ള സമയത്ത് ആലപ്പുഴയിലെ സെൻറ്റ് ജോസഫ്സ് കോളേജിൽ അവിടെ എൻ്റെ ഒരു പ്രസംഗത്തിന് പല പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യത്തെ പ്രസംഗത്തിന് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഡോക്ടർ അപ്പു ഒരാളെ പരിചയപ്പെടുത്തി തന്നു. ചായ കൊണ്ടുവന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് എന്ന. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഞാനൊരാളെ പരിചയപ്പെടുത്താം, ഇപ്പം ചായയും കൊണ്ട് വരുമെന്ന് പറഞ്ഞു. ചായയും കൊണ്ട് വന്നു. അപ്പോൾ അയാൾ പഴയ രീതിയിൽ നമ്മുടെ നാടൻ ചായക്കടയിലുള്ള ഒരു പാത്രത്തിൻ്റെ അകത്ത് ഇങ്ങനെ 3-4 ചായയൊക്കെ ആയിട്ട് വന്നിരിക്കുക, കൈകൊണ്ട് പിടിച്ചിട്ടല്ല, ഈ കിറ്റിൻ്റെ പോലെ വെച്ചിട്ട് കൊണ്ടുവന്നിരിക്കുക. എന്നിട്ട് അദ്ദേഹം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇദ്ദേഹമാണ് കഴിഞ്ഞ കൊല്ലത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ 10 ലക്ഷവും ഒരു മാരുതി കാറും ലോട്ടറി അടിച്ച മഹാൻ. അങ്ങനെ കാണുകയാണ്. എനിക്ക് സന്തോഷമായി. എന്നിട്ട് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, അന്ന് 10 ലക്ഷത്തിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഓ ലോട്ടറി അടിച്ചാൽ ഈ മനുഷ്യന് എന്തൊരു എളിമയാണ്, ഇപ്പോഴും പഴയ പോലെ. അപ്പം ഞാൻ ചോദിച്ചു, പണ്ടും ചായക്കടയായിരുന്നു? ഓ പണ്ടും ചായക്കടയായിരുന്നു. ഇപ്പോഴും ചായക്കടയാണ്. വളരെ എളിമയോടുകൂടെ പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര ബഹുമാനം മനസ്സിലായി തോന്നി. അപ്പം ഡോക്ടർ പറയാ, ചേച്ചി ഇപ്പം വിചാരിക്കുന്നുണ്ടാകും 10 ലക്ഷം കൊണ്ട് വലിയ രീതിയിലൊക്കെയായി രക്ഷപ്പെട്ടെന്ന്. അന്ന് പറഞ്ഞു കൊടുത്തേ എൻ്റെ ജോസഫ് ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ജോസഫ് ചേട്ടൻ പറഞ്ഞു, 10 ലക്ഷം വന്നതും കണ്ടു പോയതും കണ്ടു, ഞാൻ ഇപ്പോഴും ഈ ചായക്കടയിലാണ്, ഒരു മെച്ചപ്പാടും ഉണ്ടായില്ല. ലോട്ടറി അടിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ഓ ജോസഫ് ചേട്ടൻ്റെ കാര്യം എന്നാ രക്ഷപ്പെട്ടില്ലേ എന്ന്.
ലോട്ടറി അടിക്കുന്നതാണോ രക്ഷ? മിക്കവാറും ആളുകളുടെ ചിന്തയായതാ. ഇപ്പോഴൊക്കെ നമ്മുടെ മക്കളൊക്കെ അല്ലെ മക്കളുടെ മക്കളൊക്കെ അമേരിക്കയിലും ന്യൂസിലൻഡിലും അയർലൻഡിലും അല്ലെ ലണ്ടനിലും ഒക്കെ പോകുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആളുകൾ പറയും, ഓ അവരുടെ പിള്ളേരിപ്പോൾ എവിടെയാ, അങ്ങ് പുറത്തല്ലയോ, അവരൊക്കെ രക്ഷപ്പെട്ടു, നമ്മുടെ കാര്യം എന്നതാ, നമ്മുടെ പിള്ളേർ ഇതിലെ കവിയും കുത്തി നടക്കുക, നമുക്ക് ഒരു രക്ഷയില്ല. അപ്പം രക്ഷയെ അളക്കുന്ന ഒരു മാനദണ്ഡമായി, അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു വിജയം, അല്ലെങ്കിൽ ഒരു നല്ല വീടുണ്ടാകുന്നത്, അല്ലെങ്കിൽ രോഗം വന്നു, ക്യാൻസർ, ഓ അവർ വലിയ പ്രാർത്ഥനക്കാരായി നടന്നിട്ട് അവർക്ക് ഇപ്പോഴും രോഗമാണല്ലോ, അവരുടെ വീട്ടിൽ നിന്ന് ദണ്ണം ഒന്നും മാറുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് മുറിപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ നിത്യ സത്യമുണ്ട്, അല്ലെങ്കിൽ ഒരു സുവിശേഷമുണ്ട്. എന്താണ് രക്ഷ എന്ന് പറയുന്നത്? ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള രോഗശാന്തിയോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങളോ ഒരു വീടോ മക്കളെല്ലാവരും അടിപൊളിയായി മാറുന്നതോ ഒന്നുമല്ല. യേശു ക്രിസ്തു രക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാകണമെങ്കിൽ അപ്പസ്തോല നടപടി പുസ്തകത്തിലേക്ക് വരണം. അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിൻ്റെ 25 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുക, അവിടെ വിശുദ്ധ പൗലോസിനെയും ശീലാസിനെയും ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിച്ചതിൻ്റെ പേരിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തെ അടച്ച് കടത്തിയിരിക്കുക. പിറ്റേന്നൊരു വിചാരണ, ഒരു വധശിക്ഷ. അതാണ് അവർ അർഹിക്കുന്നത്, അതാണ് അവർക്ക് കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്. അതിനായി അങ്ങനെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുക. എന്നാൽ ക്രിസ്തു വചനങ്ങൾ നന്നായിട്ട് അറിയാവുന്നവർ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെയിനായ പോയിന്റാണ്. ആര് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നുവോ അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കേണ്ട ഒരു വചനമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാം തിരുവചനം. മത്തായി 5:11. എന്താണ് അവിടെ പറയുക? എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ മറ്റുള്ളവർ അപമാനിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, എല്ലാവിധ തിന്മകളും വ്യാജമായി ആരോപിക്കുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ. അടുത്ത വചനം ഇങ്ങനെയാണ്: സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വചന